ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇത് ഇന്നലെ എടുത്ത വ്ളോഗാണ് കേട്ടോ. സൺഡേ വ്ളോഗാണ്. സൺഡേയിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പക്ഷേ ഇന്നലെ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇന്നിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇനി ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സൺഡേ ഇവിടെ ഇടിയപ്പം അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ആർക്കും ജോലിക്കും സ്കൂളിലും ഒന്നും പോകണ്ടല്ലോ. പിന്നെ ഇത് ഇടിയപ്പമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ദിവസം നമ്മൾ ദോശയും അപ്പോൾ ഇഡലിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിന് അതാണെന്ന് നല്ലത്. അങ്ങനെ ആ ഇടിയപ്പത്തിന് നമ്മൾ ഒരു ട്രിപ്പ് ഇടിയപ്പം ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അതുതന്നെ നമുക്കെല്ലാവർക്കും അത് തന്നെ ധാരാളമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള പാല് കാച്ചണമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിയാസീഡിൻ്റെ വെള്ളമാണ് രാവിലെ കുടിക്കുന്നത്. ചെറിയ ചൂടോടെ അതങ്ങ് കുടിക്കും കേട്ടോ. അതാകുമ്പോൾ കുറച്ച് നേരം നമുക്ക് വിശക്കത്തില്ല. ഇപ്പം ഞാനാണെങ്കിൽ പിന്നെയും ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാൾ ഞാൻ ഒരാഴ്ച ഡയറ്റ് ആണെങ്കിൽ ബാക്കി 2 ആഴ്ച ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം സിദ്ധു ആണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനാണെങ്കിൽ തീരെ സുഖമില്ല, പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ മാറത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വൈകാതായി കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരാണല്ലേ. നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യണം, കുഞ്ഞുങ്ങളെ നോക്കണം, അങ്ങനെ ഒരുപാട് പണികൾ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സിദ്ധു എഴുന്നേൽക്കുന്നതിന് മുമ്പേ ജോലിയെല്ലാം ഒതുക്കാമെന്ന് കരുതി. സിദ്ധു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. അപ്പം ഞായറാഴ്ച കുഞ്ഞിന് പനിയില്ലായിരുന്നു. തിങ്കളാഴ്ച ആയപ്പോഴാണ് കുഞ്ഞിന് പനി പിടിച്ചത്. പെട്ടെന്ന് അങ്ങ് പനി പിടിച്ചു. അവന് ചുമയും തുമ്മലും ഒക്കെ ആയിരുന്നു. ഇപ്പം നല്ല മൂച്ചാട്ടയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. വഴറ്റി എടുത്തതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മളിനി നല്ലപോലെ തിളപ്പിച്ചെടുക്കട്ടോ. മുട്ട നമ്മളാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ നേരത്തെ അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ ഇടിയപ്പം വേവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ടയും കൂടി അങ്ങ് പുഴുങ്ങി കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കാണെങ്കിൽ അമ്പലത്തിൽ പോകണം കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോകണേ. അപ്പം അതുകൊണ്ടാണ് രാവിലെ തന്നെ എല്ലാ ജോലികളും അങ്ങനെ ഒതുക്കി പോകുന്നത്. പിന്നെ നമ്മൾ മുട്ടക്കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് കഴിക്കണം. അപ്പം രാവിലെ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ചിട്ട് കുളിക്കാനും എഴുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ സിദ്ധുവിന് രാവിലെ കഴിക്കാൻ വേണ്ടി ഒരു ഇടിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് ഇങ്ങനെ പിച്ച് കളയാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ അവരെയും കുളിപ്പിച്ച് ഞാനും കുളിപ്പിച്ച് നമ്മൾ റെഡിയായി പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോമാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതാ കാശിയാണെങ്കിൽ കാശിയുടെ ചെരുപ്പ് തട്ടി നടക്കുവാണ്. 2-3 ചെരുപ്പുണ്ട് കേട്ടോ. അത് എല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ എവിടെയും പോകാനാണെങ്കിൽ ഇവിടെ ഓടി നടക്കും ചെരുപ്പും തപ്പി. പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ അകത്തുനിന്ന് പിന്നെ വേറെ ചെരുപ്പ് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്, ഞായറാഴ്ചയല്ലേ ഇവിടെ നല്ല തിരക്കല്ലേ. അങ്ങനെ അതുകൊണ്ട് നല്ലപോലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നും തോന്നിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കുറച്ച് സവാളയും വാങ്ങാനുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ കരുതിയിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണേ. അവിടെ ആണല്ലോ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ കരുതി കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കാശിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തുവാ, അവന് പുതിയ കളിപ്പാട്ടം കിട്ടുമല്ലോ, അതിൻ്റെ സന്തോഷമാണ്. പിന്നെ ഞാൻ എപ്പോൾ വന്നാലും ഈ ഒരു കടയിൽ കയറും കേട്ടോ. ഇവിടെ 10 രൂപയുടെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ മറ്റേ ഡ്രസ്സിൻ്റെ ഒക്കെ ക്ലിപ്പില്ലേ, അത് വാങ്ങണമായിരുന്നു. പിന്നെ 2-3 സ്ക്രബ്ബറും ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സ്ക്രബ്ബർ മറ്റേ ഈ സ്പോഞ്ചിൻ്റെ കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റാണ്. പക്ഷെ എന്താ പറയുക, കുറേ നാൾ നിൽക്കുമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ 2 മാസം മുമ്പ് മേടിച്ചത് അതിപ്പോൾ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 മേടിച്ചുകൊണ്ട് പോകാനായി അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വഞ്ചി മേടിച്ച് കാശിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പൈസ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴക്കോളൊക്കെ ആയിട്ട് ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം മഴ പെയ്തു. ഞങ്ങൾ പിന്നെ ഓടി ഒരു കടയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ.
കുറേ നേരം അവിടെ നിന്നു. അവിടെയും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോഴത്തേക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് കയറി നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മഴയൊക്കെ തോന്നിട്ട് ഞാനും കാശിയും കൂടി ഇറങ്ങി കേട്ടോ. സിദ്ധുവിനെ കൊണ്ടുപോയില്ല കേട്ടോ, മഴയല്ലേ എന്ന് കരുതിയിട്ട് സിദ്ധുവും സോമും അവിടെ നിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. കാശിയുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, അവന് ക്ലേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ നാൾ അതുകൊണ്ട് അങ്ങ് ഇരുന്നോളും. ക്ലേ വെച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കും കേട്ടോ. പിന്നെ വന്നപ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് വിശന്നായിരുന്നു. സമയം ഒരു 12 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ പോകാൻ നേരത്ത് കാശിക്കും സിദ്ധുവിനും പാല് കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് കുടിച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ കാശി പറഞ്ഞായിരുന്നു ഇടിയപ്പം മുട്ടക്കറിയും വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പോയത് കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യായിരുന്നു. പിന്നെ എന്തായാലും കുഴപ്പമില്ലാതെ പോയി വന്നപ്പോഴത്തേക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ്. പിന്നെ രാവിലെ ഞാൻ പാല് കാച്ചി വെച്ചതേ ഉള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ ഐസ്ക്രീമിൻ്റെ പൗഡർ ഒന്നും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അന്നേരത്തേക്ക് സമയം പോയായിരുന്നു. പിന്നെ വന്നിട്ട് ഒന്നും കൂടി പാല് തിളപ്പിച്ചു കേട്ടോ. തിളപ്പിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മിക്സ് ഇട്ടത്. അതിൻ്റെ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ വന്നിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ വന്നിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. ആദ്യത്തെ തവണ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കാശിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ പിന്നെ എന്നെ നിർബന്ധിച്ച് ഇത് വാങ്ങിപ്പിച്ച് ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി സമയമൊക്കെ പിടിക്കും ഇങ്ങനെ സെറ്റായിട്ടൊക്കെ വരാൻ വേണ്ടി. പിന്നെ ഞാൻ പാവയ്ക്ക് മെഴുക്ക് പുരട്ടാന്ന് കരുതി കേട്ടോ. അത് അരിഞ്ഞ് 5 മിനിറ്റോളം ഉപ്പ് തിരുമ്മി ഇങ്ങനെ വെക്കുവേ. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഞാൻ പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഒരുപാട് കയ്പൊന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയുള്ള കയ്പേ കാണത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് സവാളയും തേങ്ങാക്കൊത്തും പച്ചമുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സിദ്ധുവിന് വേണ്ടി കാശിക്ക് വേണ്ടിയും ബീട്രൂട്ട് തോരൻ വെക്കണമായിരുന്നു. അതും പിന്നെ അരിഞ്ഞിട്ട് അതും പെട്ടെന്ന് തോരൻ വെച്ചു കേട്ടോ. നമ്മൾ ഇന്നലെ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ തന്നെ അമ്മ അത് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി കറി വെക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ചട്ടിയിലാണ് ഇന്ന് വെക്കുന്നത്. മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് കടുക് പൊട്ടിക്കുന്നത്. അങ്ങനെ മീൻകറി ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പത്ത് കയറ്റി കേട്ടോ. പെട്ടെന്ന് ഇപ്പം സമയം 1 മണി ആയിട്ടുണ്ട്. കാശിക്കാണെങ്കിൽ 2 മണിയാകുമ്പം അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പേ കാശിക്ക് ചോറ് കൊടുക്കണ്ടായോ. അപ്പോൾ അതുകൊണ്ടാണ് എത്ര സ്പീഡിൽ ഞാൻ കറിയെല്ലാം വെക്കുന്നത്. അങ്ങനെ പിന്നെ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അതിൽ മുളക് പൊടിയൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പാവയ്ക്ക അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടുതലും ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. സിദ്ധുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട് തോരൻ. അപ്പോൾ അതാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കാന്താരിമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഉപ്പിലിടാന്ന് കരുതി ഞാനിങ്ങനെ വെള്ളത്തിലൊക്കെ കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇറങ്ങുന്നുണ്ട് കേട്ടോ. സിദ്ധുവിൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെയാണ്, എന്ത് സാധനം കിട്ടിയാലും എടുത്ത് എറിയുക വെളിയിലോട്ട്. ഇപ്പം അങ്ങനെ വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറക്കത്തില്ല കേട്ടോ. നമുക്കിവിടെ ഭയങ്കര പട്ടിയുടെ ശല്യമാണ്. അതുകൊണ്ട് വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറക്കത്തില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ കാന്താരിമുളക് എല്ലാം കഴുകിയിട്ട് അതൊന്ന് ആവി കയറ്റാൻ വേണ്ടി ഇഡ്ഡലിത്തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ അടുപ്പത്ത് വെക്കാൻ വേണ്ടി ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിരുന്നു. പിന്നെ അത് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് അത് ആവി കയറ്റാൻ വേണ്ടി വെച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ നമ്മൾ ഐസ്ക്രീമിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാളത്തേക്ക് ഇതിലേക്ക് ഉള്ള മാവിന് വേണ്ടി നമ്മൾ ഉഴുന്നും പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ അതങ്ങ് മറന്നു പോകും. അതാണ് പെട്ടെന്ന് തന്നെ അതും അങ്ങ് എടുത്തിട്ടിട്ട് പിന്നെ കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നേ. പിന്നെ അതും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ ഇപ്പോൾ ഒത്തിരിയും ദിവസമായിട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, സ്കൂൾ തുറന്നതിന് ശേഷം അതങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല കേട്ടോ. കാരണം രാവിലെ നല്ല തിരക്ക് പിടിച്ച ജോലിയായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്നും പറ്റുന്നില്ല കേട്ടോ. വെളുപ്പിനെ എഴുന്നേക്കുന്ന ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരിക്കും കാശി പോയി കഴിയുമ്പോൾ. പിന്നെ സിദ്ധു ഉറങ്ങാനേരത്ത് സിദ്ധുവിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ അങ്ങ് കിടക്കും. പിന്നെ അത് ഐസ്ക്രീമിൻ്റെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. കാശിയാണെങ്കിൽ അങ്ങ് ഭയങ്കര നിർബന്ധമാണ് അത് വെക്കാമെന്നും പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ സമാധാനം തരുന്നില്ലായിരുന്നു. പിന്നെ അതങ്ങ് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അതാകുമ്പോൾ കുറച്ച് നാളെ ഇനി അതിനെപ്പറ്റി സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇരിക്കുമല്ലോ, അതുകൊണ്ട് ഇനി നാളെ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് അതൊക്കെ അങ്ങ് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കാണാൻ വേണ്ടി.
അതൊക്കെ കണ്ടിട്ട് അതിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഓടിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ച ക്ലേ ആണ് കേട്ടോ. അതെല്ലാം എടുത്ത് നിരത്തുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുവാണ് കേട്ടോ. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തെ ആ സാധനങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വെളിയിൽ പോയിരിക്കാൻ പറ്റി തുടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതും എടുത്തുകൊണ്ട് വെളിയിൽ പോയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ കൂടെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ മാത്രമേ ഒറ്റയ്ക്കിരുന്ന് കളിക്കത്തുള്ളൂ. ഇവർ രണ്ടുപേരും അങ്ങനെയാണ്. കാശിക്കാണെങ്കിൽ പേടിയാന്ന് തോന്നുന്നു, അങ്ങനെ നിൽക്കത്തില്ല. നമ്മളിങ്ങനെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇങ്ങനെ അതാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒന്നും അങ്ങനെ ഇരിക്കത്തില്ല. പിന്നെ അവൻ അവിടെ കുറച്ച് നേരം ഇരുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ സിദ്ധു എഴുന്നേൽക്കുന്നതിന് മുമ്പേ തറയെല്ലാം അങ്ങ് തുടച്ചിട്ട് കേട്ടോ. പിന്നെ ഇന്ന് സ്പെഷ്യൽ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ നാളായിട്ട് കാശ് പറയുന്നുണ്ട് പായസം വേണമെന്ന്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കി കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മളിതാ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ അമ്പലമാണ് കേട്ടോ. കാവാണ്. മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇവിടെ തൂക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. മണ്ണായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് മഴയൊക്കെ ഒന്ന് തോന്നിക്കുന്ന സമയമുണ്ട്. ഞാൻ പിന്നെ എല്ലാം തൂത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഓടിപ്പോയി ഞാൻ കുളിച്ചു കേട്ടോ. കുളിച്ച് തുണിയും കഴുകിയിട്ടിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടി ഞാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സന്ധ്യയായി, ഒരു 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും ചെന്നിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കും. അവരെ രണ്ടുപേരെ മേലെ വെച്ചെടുക്കണം. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടുപേരെ നാമം ചെല്ലാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചു നേരം അവിടെ ഇരുന്നോളും കേട്ടോ. നാമം ചെല്ലാൻ അറിയത്തില്ലെങ്കിൽ രണ്ടുപേരും വിളക്കെത്തിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് കമൻറ്റും ചെയ്യണേ. അപ്പോഴും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമേ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.